കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം, ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാം. ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് നോക്കാം. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിയെ കണ്ടു തൊഴാം. അതിനുശേഷം ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ച് നേരെ ചെല്ലുകയാണ്. അപ്പോൾ വാതിൽപ്പടി കയറുമ്പോൾ ആ ഭഗവാന്റെ ശ്രീലകത്തു നിന്നുള്ള വെളിച്ചം, ആ പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടി. അതിനുശേഷം ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ ആ മേൽപ്പത്തൂരിരുന്ന് നാമം ചൊല്ലിയിരുന്ന നാരായണീയം എഴുതിയിരുന്ന സ്ഥലം കാണാം. അവിടേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാം. അതിനുശേഷം വലത്തെ ഭാഗത്തെ തൂണ് നോക്കിയിട്ട് അവിടേക്ക് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴാം. വീണ്ടും നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ആ ഒരു ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഭഗവാന്റെ ആ കണ്ണൻ്റെ കാൽത്തടകൾ കാണാൻ, പിന്നെ പട്ട് ഞൊറിഞ്ഞെടുത്ത് ഇങ്ങനെ നല്ല രസമായിട്ടുള്ള അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ കുസൃതി കണ്ണൻ. അങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തൊരു ഉരല് കാണാനുണ്ട്. ഇന്ന് ദാമോദര സ്വരൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം, അതിമനോഹരമായ ദാമോദര മാസത്തിലുണ്ടാവുന്ന പോലത്തെ ആ ദാമോദരനായിട്ടാണ് ശ്രീലകത്ത് ഭഗവാൻ വിഷ്ണു കൃഷ്ണൻ നമ്മളെ കാത്തിരിക്കുന്നത്. ഗുരുവായൂരപ്പ ചൈതന്യം നമ്മളിലേക്ക് എത്തുന്നത് ദാമോദര സ്വരൂപത്തിലൂടെയാണ്, ആ കളഭാലങ്കാരത്തിലൂടെ. അങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ഓരോ ഭാവങ്ങളും കാണാം. മുഖത്തെ ആ പുഞ്ചിരി, ആ ഒരു കുസൃതി കാണാം. ഞാൻ വലിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറയാതെ, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയിക്കാതെ, ഞാനൊരു ചെറിയ കുട്ടിയാണ് എന്ന് പറയുന്ന മാതിരിയാണ് ആ ഭാഗം. പുഞ്ചിരിയാണ്, നിഷ്കളങ്കമായ പുഞ്ചിരി മുഖത്ത് വരുത്തിയിട്ടുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണ്. ഏറ്റവും വലിയ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്ത് കാണാനുള്ളത്. എല്ലാവരും കണ്ട് തൊഴുതോളൂ. അതേപോലെ തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്, കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. വലിയ 2 ഉണ്ടമാലകളുണ്ട്, താമരയും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അങ്ങനെ ആ ശ്രീലകത്ത് നിന്നിട്ട് ഭഗവാനെ കണ്ട് തൊഴുക. എല്ലാവരും എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ് എന്ന് വിചാരിച്ച് എല്ലാവരും കണ്ട് തൊഴുതോളൂ. ആ ഗുരുവായൂരപ്പനെ കാണാം. എല്ലാവരും മനസ്സ് നിറഞ്ഞ് വിളിച്ചോളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ ആ മനസ്സിലേക്ക് ഗുരുവായൂരപ്പൻ്റെ പ്രതിരൂപം എത്തും, തീർച്ചയായിട്ടും എത്തും. നമ്മുടെ ഭക്തിക്ക് മുന്നിൽ ഗുരുവായൂരപ്പൻ എപ്പോഴും ഭക്തരിൽ ദാസനായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ശ്രീലകത്തിന് മുന്നിലാണ്, ആ സോപാനപ്പടിയിലാണെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചോളൂ. അതിനുശേഷം നമ്മൾ ഇറങ്ങിയിട്ട് അഗ്നികോണിലേക്ക് നോക്കിയിട്ട്, ബലി തൂവുന്ന അഗ്നികോണിലേക്ക് നോക്കി തൊഴുതു, തിടപ്പള്ളി നോക്കി തൊഴുതു, സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. വീണ്ടും നമ്മൾ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് തൊഴുകയാണ്. വിഘ്നേശ്വരനാണെങ്കിലോ സർവാഭരണ വിഭൂഷിതരായിട്ടാണ് ഇരിക്കുന്നത്. ചെവിടെ അപ്പുറത്തും 2 വലിയ താമരയും വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ച. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കി തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ ആ കോർണറിലെത്തി ആ ഗണേശനെ ഒന്നുകൂടി കണ്ട് തൊഴുതു. വീണ്ടും മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിയുടെ അവിടെ ഇരിക്കണു. ഉച്ചപൂജ കഴിഞ്ഞിട്ട് മുന്നൂലം ഭവതാസ്വദിക്കനാണ് ഇന്നത്തെ കളഭാലങ്കാരം കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ആ കളഭച്ചാർത്ത്, ആ ദാമോദരനെ ചാർത്തിയിട്ടുള്ളത് മുന്നൂലം ഭവതാസ്വദിക്കനാണ്. വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിന് ശേഷം ആ വാമനാവതാരമൊക്കെ കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷം, അതേപോലെ ഗരുഡൻ്റെ പുറത്തുള്ള ആ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു വിഗ്രഹം, പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെയും ധാരാളം പൂക്കളാൽ അലങ്കരിച്ചിരിക്കുകയാണ് അനന്തശായിയായ അനന്തപത്മനാഭൻ. അതിനുശേഷം നമ്മൾ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ വരുമ്പോൾ ബാക്കി ഉള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. ആ കണ്ണനെ കണ്ടു തൊഴാം, ആ മുരുകനെ കാണാം.
അതേപോലെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അവിടെ നിറയെ കൂവള എന്താ പറയുക വെറ്റിലമാലകളാണ്. പിന്നെ അതേപോലെ കുങ്കുമം കൊണ്ടും ധാരാളം അർച്ചന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തൊഴുത് പിന്നെ ആ കോവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതിനപ്പുറത്ത് വന്ന ആ താമരക്കണ്ണനെ നോക്കി തൊഴാം. പിന്നീട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ ആ നൃത്താറയിലേക്ക് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ വന്ന് ആ കുറൂരമ്മേനെയും കൃഷ്ണാട്ടത്തിൻ്റെ രൂപവും ഒക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും പ്രസാദമൊക്കെ വാങ്ങി തീർത്ഥമൊക്കെ വാങ്ങി തൊട്ട് അങ്ങനെ ഭഗവതിയുടെ അടുത്തേക്ക് വരികയാണ്. എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാം. ഭഗവതി ഇന്ന് അതീവ സന്തോഷത്തോടെ സുന്ദരിയായിട്ടാണ്, മനോഹരിയായിട്ടാണ്. വലിയ ചുവന്ന വട്ടപ്പൊട്ടും അതേപോലെ ചുവന്ന പട്ടൊക്കെ എടുത്തിട്ടാണ് അമ്മ കാത്തിരിക്കുന്ന മക്കളെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അതിനുശേഷം അങ്ങനെ ആ കോർണറിലെത്തിയ നമശിവായ 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 എന്ന് പറഞ്ഞിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട്. അപ്പോൾ മമ്മിയൂർ പോയ അനുഗ്രഹം കിട്ടും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആ ദാമോദരനെ, ശ്രീലകത്തുള്ള ദാമോദരനെ നമ്മൾ കണ്ടു തൊഴുകയാണ്. അങ്ങനെ അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നു. അതിനുശേഷം ആ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അതിന് ശേഷമായിട്ട് നേരെ പടിഞ്ഞാറ നടയിൽ വന്ന് ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കണ്ടു തൊഴാം. അതേപോലെ ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിലെ ഗരുഡധ്വജനെ കാണാം. ഗരുഡ ഭഗവാൻ ഉള്ള സ്ഥലത്ത് മഹാവിഷ്ണു ഉണ്ടാവും. ആ ഗരുഡനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം നമ്മൾ കണ്ടു തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.